ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് വട്ടവടയിലെ സെൽവ ഹോം സ്റ്റേയിലാട്ടോ. നമ്മൾ 2 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വന്നിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഫാമിലി ആയിട്ടാട്ടോ. ഇവിടെ നമ്മൾ ഇന്നലെ താമസിച്ചു. അടിപൊളിയാണ്. കാരണം വട്ടവട വന്നാൽ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു ഹോം സ്റ്റേ ആണ് ഈ ഒരു സെൽവ ഹോം സ്റ്റേ എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, നമുക്ക് ബഡ്ജറ്റായിട്ട് താമസിക്കാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി ഉള്ള വീഡിയോസാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 2 വർഷം മുന്നേ ചെയ്ത ഈ വീഡിയോയിൽ ഇപ്പോൾ ഇന്നലെ പോരിൻ്റെ മുന്നേ നമ്മൾ കമൻ്റൊക്കെ ഒന്ന് നോക്കിയിട്ടോ. അപ്പോൾ അതിൽ കുറേ ആളുകൾ പറയുന്നുണ്ട് അവിടെ റേറ്റ് കൂടുതലാണ്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ വൃത്തി കുറവാണെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഒരു കാര്യം പറയാം. നമുക്ക് പറയാനുള്ളത്, സാധാരണക്കാർക്ക് വളരെ കുറഞ്ഞ ചിലവിൽ താമസിക്കാൻ പറ്റിയ ഒരു റൂമാണ്. അപ്പോൾ വൃത്തി കുറവൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോൾ വലിയൊരു 5 സ്റ്റാർ 3 സ്റ്റാർ പോയ ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. ഒന്ന്. പിന്നെ രണ്ടാമത് ഒരു കമൻറ്റ് കണ്ടു, റേറ്റ് നിങ്ങൾ പറയുന്ന പോലെ അല്ല എന്നുള്ളത്. അപ്പോൾ അന്ന് 2 വർഷങ്ങൾക്ക് മുന്നേ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും റേറ്റ്. ഇപ്പോൾ ചെറിയൊരു മാറ്റം വന്നു. കാരണം നമുക്കറിയാലോ, കാലങ്ങൾക്ക് അനുസരിച്ച് റേറ്റിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ സെൽവ ഹോം സ്റ്റേ എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴെയും മുകളിലുമായിട്ട് നമുക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ ഫസ്റ്റ് സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞ് കണ്ടോ, വിശാലമായൊരു സിറ്റ് ഔട്ട് ഉണ്ട്. ഇവിടെ കസേരകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ ആളുകൾക്ക് ഇരുന്ന് സംസാരിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഇവിടുന്ന് ഇരുന്ന് നോക്കിയാൽ കാണുന്നൊരു കാഴ്ച ഉണ്ടോ, അടിപൊളിയല്ലേ? നല്ല കോടൊക്കെ ഉള്ള സമയത്ത് അടിപൊളിയായിരിക്കും കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്കിതിൻ്റെ താഴ്ഭാഗത്തായിട്ടുള്ള റൂമുകൾ കാണാം. കണ്ടോ, വലതുവശത്തും ഇടതുവശത്തൊക്കെ ആയിട്ടൊക്കെ റൂമുകളാണ്. ഫസ്റ്റ് നമുക്ക് ഈ വലതുവശത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഒരു ഡബിൾ ബെഡാണ് ഇതിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് എഴുതാൻ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ആ റൂമിൽ. പിന്നെ അടുത്ത റൂമിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെയും ഒരു ഡബിൾ ബെഡ് ഉണ്ട്. പിന്നെ മാത്രമല്ല കേട്ടോ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിങ് വെക്കാനുള്ള ആൽമറകൾ, അതുപോലെ തന്നെ ലഗേജ് വെക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇതിലും ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ റൂമുണ്ട് കണ്ടോ, അവിടെയും നമുക്ക് ഡബിൾ ബെഡായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലഗേജുകളൊക്കെ നമുക്ക് കുറേ വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു ബാത്റൂമുണ്ട്, അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂം കണ്ടോ, യൂറോപ്യൻ ടോയ്ലറ്റാണുള്ളത്. പിന്നെ നമ്മൾ വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വേണ്ടൊരു കാര്യമുണ്ട്, കിച്ചൺ. കാരണം നല്ലൊരു ഫാമിലിയൊക്കെ ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാകാം. പിന്നെ ഇവിടെ നോക്കിയേ, ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് ഡ്രൈവർമാരൊക്കെ ഉണ്ടാവില്ലേ, നമ്മളിപ്പോൾ ഈ ടാക്സി വിളിച്ച് വരുന്ന സമയത്ത്, അപ്പോൾ അവർക്ക് താമസിക്കാൻ പറ്റിയ, ഡ്രൈവർക്ക് താമസിക്കാൻ പറ്റിയ ഒരു റൂം അതിലുണ്ട്. മെയിനായിട്ട് ഇവിടെ കുക്കിംഗ് ചെയ്യാനുള്ള സംവിധാനം, ഗ്യാസ്, പിന്നെ അതുപോലെ തന്നെ പാത്രങ്ങൾ, അങ്ങനെ എല്ലാവിധ സെറ്റപ്പുകളും ഇവിടെ ഉണ്ട്. ഈ താഴത്തെ ആ ഒരു നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതിൽ നമുക്ക് ഒരാൾക്കാണ് ഇവർ പൈസ വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര ആളുകൾക്കും വന്ന് താമസിക്കാൻ പറ്റും. ഫാമിലി ആണെങ്കിലും അതുപോലെ തന്നെ വലിയ കുടുംബമൊക്കെ വന്ന് താമസിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട്സ് അങ്ങനെ ഒരുമിച്ച് അടിച്ചു പൊളിച്ചിക്കാൻ വരികയാണെന്നുണ്ടെങ്കിലും പറ്റിയൊരു സ്ഥലമാണ്. ഇനി നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. ഇനി നമുക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ മുകളിലത്തെ ഒരു നില എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൽ കണ്ടോ, ഡബിൾ ബെഡ്, 2 ഡബിൾ ബെഡാണുള്ളത്. കണ്ടോ, അടിപൊളി. അപ്പോൾ മുകളിൽ താമസിക്കണം എന്നുണ്ടെങ്കിലും നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഒരു റൂമിൽ തന്നെ ഇത്ര സ്പേസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു വാഷ് സ്പേസ് വന്നാണ്. പിന്നെ അതുപോലെ തന്നെ ടോയ്ലറ്റ് ഇതാണ് കണ്ടോ, ഇതിനകത്ത് തന്നെ ഒരു ടോയ്ലറ്റും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പുള്ള സ്ഥലമാണല്ലോ, ചൂടുവെള്ളം അവൈലബിൾ ആണ് കുളിക്കാൻ. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും നോ ടെൻഷൻ. പിന്നെ അതേപോലെ തന്നെ കണ്ടോ, ലഗേജ് വെക്കാനുള്ള സെറ്റപ്പുകൾ, പിന്നെ ഫുഡ് കഴിക്കണമെങ്കിൽ അതുപോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലൊക്കെ ടേബിള്, അങ്ങനെ എല്ലാ സൗകര്യവും ഈ ഒരു റൂമിലുണ്ട് കണ്ടോ. ഇനി നമുക്ക് കണ്ടോ, പുറത്തുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ്. മുകളിൽ നിന്ന് സർക്കാർ ഓഫീസുകളാണ്, ഒരു പേടിയും പേടിക്കണ്ട. പിന്നെ അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലമല്ല. എന്നാൽ നമുക്ക് കണ്ടോ, ഇതിന് താഴെ തന്നെ മെയിൻ റോഡാണ്, ബസ് സ്റ്റോപ്പാണ്, ഹോട്ടലുണ്ട്, അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട്. അടുത്ത റൂമാണ്, അതിലും ഇതുപോലെ തന്നെ ഡബിൾ ബെഡ്, അതുപോലെ തന്നെ ഒരു ടേബിള്, അതുപോലെ ലഗേജ് വെക്കാനുള്ള സൗകര്യങ്ങൾ. പിന്നെ ഈ മുകളിലത്തെ നിലയിൽ നമുക്ക് പിന്നെ ഇത് വരുന്നത് ഒരു കിച്ചണാണ് വരുന്നത് കേട്ടോ. താഴെയും ഒരു കിച്ചൺ വരുന്നുണ്ട്, മുകളിലും ഒരു കിച്ചൺ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കണ്ടോ. ഗ്യാസ്, പാത്രങ്ങൾ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ച് നമുക്ക് വേണ്ട ഫുഡുകൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ചൂടുവെള്ളം അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റേഞ്ചാണ് വലിയ പ്രശ്നം. കണ്ടോ, ഇതിനകത്തുള്ള ബാത്റൂം ഉണ്ടോ,
ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റേഞ്ചാണ്. അപ്പോൾ റേഞ്ചിന് ഇവിടെ വൈഫൈയും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു പേടിക്കേണ്ടതില്ല. പിന്നെ മെയിനായിട്ട് ഇവിടെ പറഞ്ഞാൽ നല്ല പാർക്കിംഗ് ഉണ്ട് കേട്ടോ. നമ്മുടെ റോഡിൽ അല്ല പാർക്ക് ചെയ്യുക, നമ്മൾ കാർ കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരിക. അപ്പോൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ മാത്രമല്ല നമ്മൾ ബസ്സിന് വരികയാണെന്നുണ്ടെങ്കിലും കറക്റ്റ് സ്റ്റോപ്പാണ്. ബസ്സിന് വരുന്ന ആളുകൾക്കൊക്കെ താമസിക്കാനും അതുപോലെ തന്നെ ഈ കൃഷിയിടങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാനും ഒക്കെ പറ്റിയ അടുത്ത ഒരു സ്ഥലമാണ് ഇത്. പിന്നെ ഇവിടെ പറഞ്ഞാൽ നല്ല തണുപ്പുള്ള സ്ഥലമാകുന്നുണ്ട്. കോടൊക്കെ മൂടുന്ന സമയത്ത് നല്ല അടിപൊളി കേട്ടോ. ഇവിടെ നല്ല കാഴ്ച നോക്കിയേ, ഇവിടെ നിന്നാൽ തന്നെയുള്ള കാഴ്ചയാണ്. പിന്നെ ഇതിൻ്റെ താഴോട്ട് തന്നെ നമുക്ക് ബസ്സിന് വന്നു കഴിഞ്ഞാൽ നടന്നു പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളൂ. ഇതിൻ്റെ പേര് സെൽവ ഹോം സ്റ്റേ ആണ്. എൻ്റെ പേര് സെൽവനാണ്. ഇതിൽ 5 റൂമുണ്ട്, 4 ബാത്റൂമുണ്ട്, 3 ബാത്റൂമിൽ ചുടുവെള്ളം, 1 ബാത്റൂം ഓപ്പൺ വെളിയിൽ, എല്ലാം യൂറോപ്യനാണ്. ഒരു കിച്ചൺ ഉണ്ട്, ഗ്യാസും പാത്രങ്ങളും ഉണ്ട്. 18 പേര് അടുപ്പിച്ച് കിടക്കുവാണെങ്കിൽ കിടക്കാം. ഇല്ല ഫ്രീ ആയിട്ട് കിടക്കണമെങ്കിൽ 7 കട്ടിലുണ്ട്. 7 2 14 പേർക്ക് ഫ്രീ ആയിട്ട് കിടക്കാം. വലിയ ആൾക്കാർ കിടക്കാം. അടുപ്പിച്ച് കിടക്കുവാണെങ്കിൽ 18 പേര് കട്ടിലേ കിടക്കാം. ഡ്രൈവർ റൂം സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ മൊത്തം 19 പേര് ഡ്രൈവറോട് കൂടി. പിന്നെ എക്സ്ട്രാ ബെഡും കമ്പിളിയും തരുവാണെങ്കിൽ താഴെ കിടക്കുവാണെങ്കിൽ 10 20 22 പേരും താമസിച്ച് പോയിട്ടുണ്ട്. ഈ റേറ്റ് വീഡിയോ കണ്ടു വരുന്നവർക്ക് 400 രൂപയാണ് പെർ ഹെഡ് ഒരാൾക്ക്. സീസണിൽ ഡിസംബർ മാസം, ഏപ്രിൽ മെയ്, ഓണം ഇതുപോലെ സീസൺ ടൈം 600 രൂപ വരും ഒരാൾക്ക്. അല്ലാതെ ശനിയാഴ്ച ദിവസങ്ങളിൽ 500 രൂപ ഒരാൾക്ക് വരും. എന്നാൽ നിർബന്ധം പിടിക്കരുത്. അന്ന് തിരക്കാണെങ്കിൽ 400 രൂപ വെച്ച് തരാം ഏതായാലും വീഡിയോ കൊണ്ടുവരുന്നവർക്ക്. പിന്നെ നമ്മൾ ഇവിടെ വന്നാലൊരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ വ്യൂ പോയിന്റും കാര്യങ്ങളും അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയ, സ്ട്രോബെറി തോട്ടാണ് കാണാൻ പറ്റിയ സ്ഥലം. അടിപൊളി സ്ഥലമാണ്. പിന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹോട്ടല് കാര്യങ്ങളെല്ലാം തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.